ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ഇന്ത്യ രണ്ടാമത്തെ മത്സരവും വിജയിച്ച് പരമ്പര തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഗംഭീർ സൂര്യകുമാർ യാദവിൻ്റെ വിജയയാത്ര തുടരുകയാണ്. എന്നാൽ ഏവരെയും നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ്. ഒരു അവസരം കിട്ടിയത് സഞ്ജുവിന് തീരെ മുതലാക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. സഞ്ജു ഗോൾഡൻ ഡക്ക് ആവുകയായിരുന്നു. തീഷ്ണയുടെ പന്തിൽ സഞ്ജു ഒരു റൺ പോലും എടുക്കാതെ ഔട്ടാവുകയായിരുന്നു. എന്നാൽ അത് ഇന്നലത്തെ ഒരു മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലേയിങ് ലെവനിൽ തന്നെ സഞ്ജു വരുമെന്ന് തന്നെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗില്ലിന് പറ്റിയ ഒരു ചെറിയ പരിക്ക്, അത് കാരണമാണ് സഞ്ജുവിന് പ്ലേയിങ് ലെവനിൽ ചാൻസ് കിട്ടിയത് തന്നെ. എന്നാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു ഇതുവരെ ശോഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം 2020 വേൾഡ് കപ്പ് വാമപ്പ് മാച്ചിലും സഞ്ജു കളിച്ചിരുന്നു. അതിൽ 1 റൺസ് മാത്രമാണ് സഞ്ജുവിന് എടുക്കാൻ സാധിച്ചത്. ഇതിലും ഡക്ക് ഔട്ട് ആവുകയായിരുന്നു. എന്നാൽ സഞ്ജുവിന് ഒരു ഫേവറേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1 ഡൗൺ ആയിട്ട് ഇറങ്ങുക തന്നെയാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ നാളത്തെ മാച്ചിൽ സഞ്ജു ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ വൺ ഡേ മാച്ചസിൽ സഞ്ജു ഇല്ലാത്തത് കൊണ്ടും എന്നാൽ മറ്റ് ബാറ്റ്സ്മാൻമാർ വൺ ഡേയിലുള്ളത് കൊണ്ടും തന്നെ അവർക്ക് ചിലപ്പോൾ റെസ്റ്റ് നൽകിക്കൊണ്ട് സഞ്ജുവിന് ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ എല്ലാ പോസ്റ്റുകളും ഒരുപാട് ഇതിൽ കണ്ടതിൽ നിന്ന് സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലായാലും സഞ്ജുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറച്ച് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. സഞ്ജുവിന് ഒരു ചാൻസ് കിട്ടിയിട്ട് സഞ്ജു മുതലെടുത്തില്ല, അല്ലെങ്കിൽ സഞ്ജുവിനെ ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ല, സഞ്ജുവിൻ്റെ കരിയർ ഇതോടെ അവസാനിച്ചു എന്നൊക്കെയായിരുന്നു പോസ്റ്റുകൾ. സത്യം അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിഷമവും ഒക്കെ തോന്നി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് തന്നെ. സഞ്ജു തീരെ ടാലൻ്റ് ഇല്ലാത്ത പ്ലെയർ ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തോ എനിക്ക് തോന്നുന്നില്ല. കാരണം സഞ്ജു ഒരു ഡക്കായെന്ന് വെച്ചിട്ട് ഒരു ബാറ്റ്സ്മാൻ, സഞ്ജു എന്നല്ല ഏതൊരു ബാറ്റ്സ്മാൻ ആയാലും ഒരു ഡക്ക് ഔട്ടായെന്ന് പറഞ്ഞ് അവരുടെ കഴിവുകൾ ഇല്ലാതാകുന്നില്ല. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവും ഒക്കെ എത്ര കളികളിൽ ഗോൾഡൻ ഡക്ക് ആയിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമായി കരുതുന്നില്ല. കാരണം കൂടെ വല്ലപ്പോഴും ഒരു അവസരം കിട്ടുന്ന സഞ്ജുവിന് ആ ഒരു മാച്ചിലെല്ലാം സഞ്ജു 50ഉം 100ഉം എടുക്കണം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. അത് സ്വാഭാവികമായും സാധാരണ ഒരു പ്ലെയർ തന്നെയല്ലേ സഞ്ജു. അതുപോലെ സഞ്ജുവിന് എത്രത്തോളം അവസരങ്ങൾ ഇന്ത്യൻ ടീം നൽകിയിട്ടുണ്ടെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. 9 വർഷം കൊണ്ട് കൂടെ 29 2020 മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത്. എന്നാൽ പന്താവട്ടെ 5 വർഷം കൊണ്ട് 79 മത്സരങ്ങളോളം പന്ത് കളിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ആ 29 മത്സരങ്ങൾ സഞ്ജു കളിച്ചതിൽ നിന്ന് തന്നെ പല പൊസിഷനിലാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് കളിച്ചിട്ടുണ്ട്, 1 ഡൗൺ കളിച്ചിട്ടുണ്ട്, അതുപോലെ 5th പൊസിഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, 4th ഇറങ്ങിയിട്ടുണ്ട്, 7th ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പൊസിഷൻ പോലും കറക്റ്റായി നൽകാതെയാണ് സഞ്ജുവിന്. ഇപ്പോൾ ഓപ്പണറാണ് സ്ഥിരം ഇറങ്ങുന്നതെങ്കിൽ ശരി, ഓക്കെ, സഞ്ജു ഇപ്പോൾ കളിച്ചത് ചാൻസ് മുതലെടുത്തില്ല എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. സഞ്ജുവിൻ്റെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഡേ മത്സരങ്ങളിൽ കൂടെ 16 മത്സരങ്ങളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത്. 2020 29 മത്സരങ്ങൾ, അതിൽ 25 മത്സരങ്ങൾ മാത്രമേ സഞ്ജു കളിച്ചിട്ടുമുള്ളൂ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുള്ളൂ. അതിൽ 3 എണ്ണത്തിൽ സഞ്ജു നോട്ട് ഔട്ടായിരുന്നു. 444 റൺസ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. 77 സഞ്ജുവിൻ്റെ ഹയസ്റ്റ് സ്കോർ. അതുകൊണ്ട് തന്നെ ആവറേജ് വളരെ കുറവ് തന്നെയാണ്, 20.18 ഉള്ളൂ ആവറേജ്. എന്നാൽ 1 ഡേയിൽ 16 മത്സരത്തിൽ നിന്ന് 56.67 ആവറേജ് ഉണ്ട്. 2 അർദ്ധ സെഞ്ചുറികളാണ് സഞ്ജു നേടിയിട്ടുള്ളത്. ഈ 29 മത്സരങ്ങളിൽ നിന്ന് തന്നെ 19 സിക്സുകളും 34 ഫോറുകളും സഞ്ജു നേടിയിട്ടുണ്ട്. സോ സഞ്ജുവിനെ തീരെ ഒരു ടാലൻ്റ് ഇല്ലാത്ത പ്ലെയറായി കാണരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ IPL നോക്കുകയാണെങ്കിൽ 167 മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത്. 4419 റൺസ് സഞ്ജു നേടിയിട്ടുണ്ട്. സോ സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സഞ്ജുവിന് ഒരു 10 മത്സരങ്ങളിലെങ്കിലും കണ്ടിന്യൂസ് ആയി പങ്കെടുപ്പിച്ച് ഒരു പെർഫെക്റ്റ് പൊസിഷൻ കൊടുത്താൽ മാത്രമേ സഞ്ജുവിനും ആ ഒരു പൊസിഷനിൽ തൻ്റെ നില ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. സോ സഞ്ജുവിനെ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളും സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ വിത്ത് അസ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.